എല്ലാവർക്കും ഇന്നത്തെ ബാങ്കിങ് പാർട്ട് 5 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ 4 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എടുത്തിട്ടുണ്ട്. ഇതുവരെ അത് കാണാത്തവർ കണ്ടു പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പോവുക. എക്സ്പ്ലനേഷൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം ഇനി അങ്ങോട്ട് വരുന്ന എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടഫായിരിക്കും. ഇപ്പം 100 മാർക്കിനാക്കി വിത്തൗട്ട് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ടഫാക്കും. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുക. എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മെച്വേർഡ് ബട്ട് നോട്ട് പെയ്ഡ് ടേം ഡെപ്പോസിറ്റ്സ് ആർ ട്രീറ്റഡ് ആസ്. ഓപ്ഷൻസ് ആർ എ ഡിമാൻഡ് ലയബിലിറ്റി, ബി ടൈം ലയബിലിറ്റി, സി കണ്ടിൻജന്റ് ലയബിലിറ്റി ആൻഡ് ഡി നൺ ഓഫ് ദ എബവ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, ഡിമാൻഡ് ലയബിലിറ്റി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെച്വറായി പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല, ബാങ്കുകാർ കൊടുത്തിട്ടില്ല, അതായത് വിഡ്രോ ചെയ്തിട്ടില്ല, കസ്റ്റമർ വിഡ്രോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ടേം ഡെപ്പോസിറ്റിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? എന്തായിട്ടാണ്? ഡിമാൻഡ് ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ചാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ വേറൊരു പേരാണ് എന്ത്? ടേം ഡെപ്പോസിറ്റ്. പിന്നെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടും ടൈം ഡെപ്പോസിറ്റ്. ഈ ഡെപ്പോസിറ്റ്, ഈ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് കസ്റ്റമർ എന്താണ് നമ്മളുടെ ബാങ്കിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ആയിരിക്കും, ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കാണും. അപ്പോൾ ഈ ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നത് ആ ഒരു പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ 10 വർഷത്തേക്ക് അല്ലെ 5 വർഷത്തേക്കായിരിക്കും ഇടുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 5 വർഷം കഴിഞ്ഞ് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ എമൗണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അക്നോളജ്മെന്റ് ഓഫ് റെസിപ്റ്റ് ആയിട്ട് ബാങ്കുകാർ ഇഷ്യൂ ചെയ്യുന്ന റെസിപ്റ്റ് ആണ് എന്ത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. ഇത് നമ്മുടെ കയ്യിൽ കാണും. നമ്മളവിടെ തുക നിക്ഷേപിച്ചു എന്നുള്ള തെളിവാണ് എന്ത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് അഥവാ FDR. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാലാവധി കഴിഞ്ഞിട്ടും വിഡ്രോ ചെയ്യാത്ത ഡെപ്പോസിറ്റിന്റെ പേര്. ബാങ്കുകാർ എന്തായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത് എന്തായിട്ടാണ്? ഡിമാൻഡ് ലയബിലിറ്റി. ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണോ കസ്റ്റമർ വന്ന് ചോദിക്കുന്നത് അപ്പം കൊടുക്കണം. അപ്പം ബാങ്കുകാരെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണ് അല്ലേ. കസ്റ്റമർ ഇതുവരെ എന്താണ് കാലാവധി കഴിഞ്ഞു, പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു, എന്നിട്ടും കസ്റ്റമർ വന്ന് വിഡ്രോ ചെയ്യുന്നില്ല. പക്ഷെ എപ്പോഴാണോ അവർ വന്ന് ചോദിക്കുന്നത് അപ്പം കൊടുത്തിരിക്കണം. അപ്പം ബാങ്കുകാരെ വെച്ചിട്ട് ഇത് എന്ത് ലയബിലിറ്റിയാണ്? ഡിമാൻഡ് ലയബിലിറ്റിയാണ്. ഓക്കെ, എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം കൊടുത്തിരിക്കണം. പിന്നെ നമുക്കറിയാം ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതായത് കാലാവധി കഴിഞ്ഞിട്ടും വിഡ്രോ ചെയ്യാത്ത ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. നോർമലി ഇൻട്രസ്റ്റ് കൊടുക്കണ്ട, എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി കഴിഞ്ഞിട്ടും വിഡ്രോ ചെയ്യുന്നില്ലെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ്. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മിനിമം ഡേയ്സ് ഫോർ ദിസ് ഡെപ്പോസിറ്റ് എത്ര ദിവസമാണ്? 7 days ആണ്. മാക്സിമം 10 വർഷം. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണെങ്കിൽ മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് 15 ദിവസമാണ്. ഓക്കെ, മാക്സിമം 10 years. പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രീമെച്യൂർ ക്ലോസിങ് അലൗഡ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഫിക്സഡ് ടൈം പീരീഡ് ആണെന്നല്ലേ. ഒരു 5 വർഷമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഡെപ്പോസിറ്റ് ഇടുന്നത്. പക്ഷെ 5 വർഷത്തിന് മുമ്പ് നമുക്കൊരു പെട്ടെന്നൊരു സാഹചര്യം വന്നപ്പോൾ, പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ മിനിമം FD ഇൻട്രസ്റ്റേ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല, മിനിമം റേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റേ കിട്ടും. അതാണ് പ്രീമെച്യൂർ ക്ലോസിങ്ങിലുള്ളത്. പിന്നെ അഥവാ ഈ FDR ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് FDR എന്ത് ചെയ്യും? ഇഷ്യൂ ചെയ്യും. അത് എങ്ങനെ ആയിരിക്കും? ഇൻഡെംനിറ്റി ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിന് എന്തെങ്കിലും നഷ്ടം വന്നാൽ ഇയാൾ വഹിക്കേണ്ടി വരും എന്ന് കാണിക്കുന്നതാണ് എന്ത്? ഇൻഡെംനിറ്റി ബോണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇവിടെ ഓപ്ഷനിൽ ഡിമാൻഡ് ലയബിലിറ്റിയും ടൈം ലയബിലിറ്റിയും കണ്ടിൻജന്റ് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പം കൊടുത്തിരിക്കണം, അതിൻ്റെ ബാധ്യതയുണ്ട്. ടൈം ലയബിലിറ്റി എന്ന് പറയുന്നത് ആ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈമിന് ശേഷം കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾ ടേം ഡെപ്പോസിറ്റ് എന്ന് കണ്ടുകൊണ്ട് ടൈം ലയബിലിറ്റി നേരത്തരുത്. കാരണം എന്താണ്? ഇവിടുത്തെ ടേം ഡെപ്പോസിറ്റ് മെച്ചുറായി, കാലാവധി കഴിഞ്ഞു, എന്നിട്ടും കസ്റ്റമർ എന്ത് ചെയ്യുന്നില്ല? വിഡ്രോ ചെയ്യുന്നില്ല. അപ്പം പിന്നീട് എപ്പോഴാണോ കസ്റ്റമർ ചോദിക്കുന്നത് അപ്പം കസ്റ്റമറിന് കൊടുക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? നമ്മുടെ ബാങ്കിനുണ്ട്. അതാണ് ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
After the death of depositor, the nominee wants loan against a fixed deposit receipt. Options are A. No such loan can be granted. B. Loan may be granted. C. Loan can be granted if he produces succession certificate. And D. Loan can be granted if he gives the probate in his favor. Correct answer ഓപ്ഷൻ എ ആണ്. നോ സച്ച് ലോൺ ക്യാൻ ബി ഗ്രാൻഡഡ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഡെപ്പോസിറ്ററുടെ ഡെത്തിന് ശേഷം, ഡെപ്പോസിറ്റർ മരിച്ചതിന് ശേഷം നോമിനിക്ക് FDR യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ലോൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ പറ്റില്ല. അങ്ങനെ ഒരു ലോൺ ബാങ്കുകാർ കൊടുക്കില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് FDR, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട തുക, അതിൻ്റെ ഒരു തെളിവാണ് ഈ FDR എന്ന് പറയുന്നത്. അതിനകത്ത് ബാങ്കുകാർ തരുന്നൊരു പ്രൂഫാണ് FDR. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടത് നിങ്ങൾ ഇത്ര രൂപ ഇട്ടു, അതിനകത്ത് കാണിക്കുന്നതാണ് എമൗണ്ട് ഡെപ്പോസിറ്റഡ്, നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പീരീഡ് ഓഫ് ടൈം, പിന്നെ നോമിനി. ഇത്രയും FDRൽ മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മളുടെ എമൗണ്ട്, നമ്മുടെ തുക അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫാണ് എന്ത്, ഈ FDR അഥവാ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു 10 ലക്ഷം രൂപ ഇട്ടു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടു. അപ്പം നമുക്ക് അവരെന്ത് തന്നു, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് തന്നു. ഈ 10 ലക്ഷം രൂപ ഈടാക്കിക്കൊണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെപ്പോസിറ്റർക്ക് ലോണ് എടുക്കാവുന്നതാണ്. കാര്യം 10 ലക്ഷം രൂപ അവിടെ കിടക്കുകയല്ലേ, അപ്പം ബാങ്കുകാർക്ക് അവിടെ ഷുവർ ആണല്ലേ, ബാങ്കുകാർക്ക് അവിടെ ഈട് കിട്ടി. അതിനെതിരെ എന്താണ്, അവരൊരു ലോൺ എടുക്കുകയാണ്. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല പലിശയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഒരു ഡെപ്പോസിറ്റർ ഇപ്പം ഞാനാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോമിനിക്ക് ചെന്ന് എന്തെടുക്കാൻ പറ്റില്ല, അതിന്മേൽ ഒരു ലോണും എടുക്കാൻ പറ്റില്ല. FDR യൂസ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് നോ സച്ച് ലോൺ ക്യാൻ ബി ഗ്രാൻഡഡ് ഉണ്ട്. അതായത് അങ്ങനെ ലോൺ കൊടുക്കില്ല, പിന്നെ ലോൺ കൊടുക്കുമെന്നുമുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലോൺ അങ്ങനെ കൊടുക്കില്ല, പക്ഷെ ഒരു ഡെപ്പോസിറ്റർക്ക് കൊടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് വളരെ ഡീപ്പായിട്ട് നമ്മൾ വളരെ നമുക്ക് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ബാങ്കിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ബാങ്കിൽ പോകുന്നതാണ്, നമുക്ക് ബാങ്കിൻ്റെ കാര്യങ്ങൾ അറിയാം. നമ്മളും പലരും, ഈ കേട്ടോണ്ടിരിക്കുന്ന പലരും ഫിക്സഡ് ഡെപ്പോസിറ്റ് കാണുമല്ലേ, അപ്പം നിങ്ങൾക്കൊക്കെ പലതും അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഒരു ഡെപ്പോസിറ്റർക്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത ഒരാൾക്ക് ലോൺ കിട്ടുമോ എന്നുള്ളതല്ല ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നോമിനിക്ക് ലോൺ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടാണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡീപ്പായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രീമച്വർ ക്ലോസിങ്, ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പ്രീമച്വർ ക്ലോസിങ്ങിന് മിനിമം FD ഇൻട്രസ്റ്റ് ആയിരിക്കും കിട്ടുന്നതെന്ന്. അപ്പം ആ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആരാണ് തീരുമാനിക്കുന്നത്? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേബിൾ ഓൺ പ്രീമച്വർ ഡെപ്പോസിറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ആരാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പം ഇവിടുത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് നോർമലി ഒരു ഡെപ്പോസിറ്റർക്ക് ലോൺ എഗനിസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഡെത്തിന് ശേഷം ആ ഡെപ്പോസിറ്റർ മരിച്ചു കഴിഞ്ഞാൽ ഒരു നോമിനിക്ക് ചെന്ന് എടുക്കാൻ പറ്റില്ല. നോമിനിക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും, അതിനാണല്ലോ നോമിനിയെ വെക്കുന്നത്. പക്ഷേ ലോൺ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ വന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് KYC ആർ. ഓപ്ഷൻസ് നോക്കിയേ. A. To ensure appropriate customer identification. B. To monitor transactions of suspicious nature. C. To ensure that the customer would not deceive the bank. And D. Only A and B. Correct answer is only A and B. Option D ആണ് കേട്ടോ. അപ്പോൾ KYCയുടെ ലക്ഷ്യം എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യമായിട്ട് KYC എന്താണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് KYC? Know your customer. എക്സ്പാൻഷൻ പഠിച്ചു വെക്കുക. നോ യുവർ കസ്റ്റമർ. നിങ്ങളുടെ കസ്റ്റമറെ അറിയുക, ബാങ്കുകാർ കസ്റ്റമറെ അറിയുക എന്നുള്ളതാണ് KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ KYC ഗൈഡ് ലൈൻസിലാണ്. കസ്റ്റമർ ഈസ് ഡിഫൈൻഡ് ഇൻ KYC ഗൈഡ് ലൈൻസ്. ഇന്ത്യയിൽ KYC വന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് PMLA 2002 കീഴിലാണ്. ഓക്കെ, കൂടുതലും കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനും സാമ്പത്തിക തട്ടിപ്പുകൾ ഒഴിവാക്കാനും ഈ ഒരു KYC സഹായിക്കുന്നു. ഓരോ ഉപഭോക്താവിനെയും ശരിയായി മനസ്സിലാക്കുക എന്നതാണ് ഇതിലൂടെ ബാങ്കുകൾ ലക്ഷ്യമിടുന്നത്. അവരുടെ കസ്റ്റമറിനെ ശരിയായി മനസ്സിലാക്കുക, എന്താണ്, ഏത് തരത്തിലുള്ള കസ്റ്റമർ ആണെന്നുള്ളത്. ഇന്ത്യയിൽ നമ്മുടെ
RBI ആണ് KYC നോംസ് കമ്പൽസറി ആക്കിയത് എന്നാണ്? ഏപ്രിൽ 2010. ഇപ്പം നിങ്ങൾക്കറിയാം മണി ലോണ്ടറിങ് എന്താണ്? കള്ളപ്പണം അല്ലേ? അതായത് ഇല്ലീഗൽ സോഴ്സിലൂടെ എന്ത് ചെയ്യുക? പൈസ ഉണ്ടാക്കുക, എന്നിട്ട് അത് കൺവേർട്ട് ചെയ്ത് ക്ലീൻ സോഴ്സ് ആക്കുക, ബ്ലാക്ക് മണി ഇൻറ്റു വൈറ്റ് മണി. പിന്നെ പറയുന്നത് ഭീകരവാദത്തിന് വേണ്ടിയിട്ട് ടെററിസം ഫിനാൻസിങ് എന്ത് ചെയ്യുക? പൈസ അയച്ചു കൊടുക്കുക, ഇങ്ങോട്ട് വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായി കൂടിയതിനു ശേഷമാണ് KYC കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഒരു പരിധി വരെ ഇതൊക്കെ തടയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് അവർ തന്നിരിക്കുന്നത്? ടു എൻഷുർ അപ്രോപ്രിയേറ്റ് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ. കസ്റ്റമറിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക എന്ന് ഉറപ്പ് വരുത്താനാണ് ഈ KYC കൊണ്ട് ലക്ഷ്യമിടുന്നത് അല്ലേ? നിങ്ങളുടെ കസ്റ്റമർ ഏത് തരത്തിലുള്ള കസ്റ്റമർ ആണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ബാങ്കുകാർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു പരിധി വരെ എല്ലാ ഇല്ലീഗൽ രീതികളും അവിടെ തടയാൻ പറ്റും. അപ്പോൾ അതാണ് KYCയുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് ശരിയാണ്. ഇനി സെക്കൻഡ് വൺ നോക്കൂ. ടു മോണിറ്റർ ട്രാൻസാക്ഷൻസ് ഓഫ് സസ്പീഷ്യസ് നേച്ചർ. സസ്പീഷ്യസ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് നോക്കുക. എന്താണ് ഈ സസ്പീഷ്യസ് നേച്ചർ എന്ന് പറയുന്നത്? സംശയാസ്പദമായിട്ട് ഉള്ള ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷൻസ്. അതായത് സ്ഥിരം ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഡെയിലി 1 lakh അല്ലെ ഡെയിലി 10 ലക്ഷം അല്ലെ ഡെയിലി ഇത്ര കോടി ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഇയാൾക്ക് ഈ പണം കിട്ടുന്നത് എന്നുള്ളത് വരത്തില്ലേ? അപ്പം അതാണ് സംശയാസ്പദമായിട്ടുള്ള നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പല പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒന്നും ഡീറ്റെയിലോട്ട് പോകണ്ട. അങ്ങനെയുള്ള ട്രാൻസാക്ഷനൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് KYC സഹായിക്കും. അപ്പോൾ ഓപ്ഷൻ സി നോക്കൂ. ടു എൻഷുർ ദാറ്റ് ദ കസ്റ്റമർ വുഡ് നോട്ട് ഡിസീവ് ദ ബാങ്ക്. ബാങ്കുകാരെ ചതിക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ അത് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതല്ല അവിടെ വരുന്നത്. പക്ഷേ ഇതുമാകാമെന്ന് ചിന്തിക്കുന്നവർ കാണും. പക്ഷെ അങ്ങനല്ല. നോ യോ കസ്റ്റമർ എന്ന് പറയുന്നത് കസ്റ്റമറെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കസ്റ്റമർ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നോക്കുക, ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനും സാമ്പത്തിക തട്ടിപ്പുകൾ ഒഴിവാക്കാനും, പിന്നെ ടെററിസം ഫിനാൻസിങ്, ഓരോ കസ്റ്റമറെയും നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഈ KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് മറന്നു പോകരുത്. പിന്നെ ഈ ഒരു KYC റിക്വയർമെന്റ്സ് അഥവാ പില്ലേഴ്സ് ഓഫ് KYC പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ ഒരു ബാങ്കിൽ KYC പ്രോസസ്സ് കറക്റ്റായിട്ട് റൺ ചെയ്യണമെങ്കിൽ ഏതൊക്കെ എലമെന്റ് അവിടെ വേണം? 4 എലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ 4 പില്ലേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി, സെക്കൻഡ് വൺ കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്, തേർഡ് വൺ മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, ആൻഡ് ഫോർത്ത് വൺ റിസ്ക് മാനേജ്മെന്റ്. എന്താണിത്? കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറലായിട്ട് ബാങ്കുകാർ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു കസ്റ്റമർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജനറലായിട്ട് ബാങ്കുകാർ എന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. എന്താണ്? സസ്പീഷ്യസ് അല്ലെങ്കിൽ അനോണിമസ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള പേരിലൊന്നും ഒരാൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. അല്ലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ബാൻഡ് എൻറ്റിറ്റീസ്, അതായത് ബാൻ ചെയ്ത സംഘടനകളെയൊന്നും അവർക്കൊന്നും ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസിയിൽ പറയുന്നത്. പിന്നെ കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പോളിസി പ്രൊസീജിയർ എന്താണത്? ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പില്ലേഴ്സ് ഓഫ് KYC ആണ്. KYC പോളിസി ആദ്യം കസ്റ്റമറെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ കസ്റ്റമർ എങ്ങനെയുള്ളവരാണെന്ന് അറിയണം ഒരു ബാങ്കുകാരില്ലേ? അപ്പം കറക്റ്റായിട്ട് RBIയുടെ ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ പേരില്ല, അവർക്കൊരു ശരിയായ ഒരു പേര് കാണില്ല, അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കും, അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ബാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എൻറ്റിറ്റീസ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട് അടുത്തത്. അതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അവരുടെ ഡോക്യുമെന്റ്സും ഡേറ്റയും ഇൻഫർമേഷനും ഒക്കെ കറക്റ്റായിട്ട് കൃത്യമായ ശ്രദ്ധ കൊടുത്തിരിക്കണം. ഡ്യൂ ഡിലിജൻസ് എന്ന് പറയും. കൃത്യമായി ശ്രദ്ധിച്ച് അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. അതാണ് കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. കറക്റ്റായിട്ട് അവരുടെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തിരിക്കണം? മോണിറ്റർ ചെയ്തിരിക്കണം, കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. പിന്നെ റിസ്ക് മാനേജ്മെന്റ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് വേണം? കറക്റ്റായിട്ട് തന്നെ ഇതൊക്കെ എൻഷുർ ചെയ്തിരിക്കണം. കറക്റ്റായിട്ട് ഇത് നോക്കുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്തിരിക്കണം, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം, സൂപ്പർവൈസ് ചെയ്തിരിക്കണം. ഇതാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസ്ക് മാനേജ്മെന്റിൽ വരുന്നതാണ് എന്ത്? ലോ റിസ്ക് കസ്റ്റമർ, മീഡിയം റിസ്ക് കസ്റ്റമർ, ഹൈ റിസ്ക് കസ്റ്റമർ. അപ്പോൾ ഈ ഒരു പില്ലേഴ്സ് ഓഫ്
KYC പോളിസിയിൽ 4 നമ്മൾ പറഞ്ഞു. കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയർ, മോണിറ്റർ ഓഫ് ട്രാൻസാക്ഷൻ, ലാസ്റ്റ് വൺ റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ ഏത് തരത്തിലുള്ള, ഇപ്പൊ റിസ്കുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കസ്റ്റമറെ പല തരത്തിലുള്ള ലോ റിസ്ക് കസ്റ്റമർ കാണും, മീഡിയം റിസ്ക് ഉണ്ട്, ഹൈ റിസ്ക് ഉണ്ട്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം, കറക്റ്റായിട്ട് ഇതൊക്കെ നോക്കിയിരിക്കണം, മാനേജ് ചെയ്തിരിക്കണം, സൂപ്പർവൈസ് ചെയ്തിരിക്കണം, അവരുടെ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തിരിക്കണം, കൺട്രോൾ ചെയ്തിരിക്കണം. അപ്പൊ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് ലോ റിസ്ക് കസ്റ്റമർ. എന്താണ്, അവർ ഓരോ വ്യക്തികളാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സാലറീഡ് എംപ്ലോയീസ്, ഇപ്പൊ മാസം ഒരു 30,000 സാലറി ഉള്ള ഒരു എംപ്ലോയി, മന്ത്ലി അവർക്ക് 30,000 മാത്രമേ വരൂ. 30,000 വരുന്നു, എല്ലാ മാസവും വരുന്നു, അവരതെടുത്ത് ചെലവാക്കുന്നു, തീർന്നു. അപ്പൊ ലോ റിസ്ക് കസ്റ്റമർ അതാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, റെഗുലേറ്ററി ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ഇതൊക്കെയാണ് ലോ റിസ്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ബാങ്കുകാരെ സംബന്ധിച്ചിട്ട് അവർക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, ഇതിനകത്ത് വലിയ നോട്ടം ഒന്നും നോക്കണ്ട. കാരണം എന്താണ്, അവർ സാലറി വരുന്നു, ജീവിക്കുന്നു, ചെലവാക്കുന്നു, വീണ്ടും വരുന്നു, ചെലവാക്കുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ ഒരു ലോ റിസ്ക് കസ്റ്റമറുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓരോ 10 വർഷം കൂടുമ്പോഴുമാണ്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എവറി 10 years ആണ്. ഇനി നെക്സ്റ്റ് വൺ മീഡിയം റിസ്ക് കസ്റ്റമർ, അതായത് കുറച്ചധികം റിസ്ക് ഉണ്ട്, ലോ റിസ്ക് അല്ല, കുറച്ചധികം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇലക്ട്രോണിക്സ്, ട്രാവൽ ഏജൻസീസ്, പിന്നെന്താണ് റെസ്റ്റോറൻറ്റ്സ്, മൂവി തിയേറ്റേഴ്സ്, ഇവരെന്നൊക്കെ പറയുമ്പോൾ മീഡിയം റിസ്ക് ആണ്. അതായത് ഇവരിൽ ഒരു റിസ്ക് ഉണ്ട്, നോക്കണം. ഇവർ ഇതിന്റെ പേരിൽ വേറെ വല്ലതും തട്ടിപ്പ് നടത്തി ക്യാഷ് ഇടുന്നുണ്ടോ, അല്ലെ ക്യാഷ് വരുന്നുണ്ടോ, അവർ ക്യാഷ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഫിനാൻസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അതാണ് പറഞ്ഞത്. ട്രാവൽ ഏജൻസീസ്, ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്, റെസ്റ്റോറൻറ്റ്സ്, റീറ്റെയിൽ ഷോപ്പ്, മൂവി തിയേറ്റേഴ്സ്, ഇവരൊക്കെ എന്താണ്, മീഡിയം റിസ്ക് കസ്റ്റമർ ആണ്. അപ്പൊ ഇവരുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഓരോ 8 വർഷം കൂടുമ്പോഴുമാണ്, എവറി 8 years. അപ്ഡേറ്റിംഗ് KYC ഓഫ് മീഡിയം റിസ്ക് കസ്റ്റമർ എത്രയാണ്, എവറി 8 years. അപ്ഡേറ്റിംഗ് KYC ഓഫ് ലോ റിസ്ക് കസ്റ്റമർ ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് എവറി 10 years. ഇനി അതിനുശേഷം ഹൈ റിസ്ക് കസ്റ്റമർ ഉണ്ട്, ഭയങ്കര, അവർക്ക് ഒരു കൃത്യമായ ശ്രദ്ധ ബാങ്കുകാർ കൊടുത്തിരിക്കണം. കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടും നേച്ചറും ഒക്കെ കുറച്ച് വ്യത്യാസമായിരിക്കും. അതായത് ട്രസ്റ്റ്, ചാരിറ്റി, പിന്നെന്താണ് പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺസ്, PEPS, പെപ്സ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ട്രസ്റ്റിലേക്കൊക്കെ ഒരുപാട് പൈസ വരുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നൊക്കെ, അതിൻ്റെയൊക്കെ മറവിൽ ഒരുപാട് കള്ളത്തരങ്ങളും ഫിനാൻസിങ്ങും ഒക്കെ നടത്തും. പിന്നെ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ, ഇവരെന്നൊക്കെ പറയുന്നത് ഹൈ റിസ്ക് കസ്റ്റമർ ആണ്. ഒരുപാട് പേരുണ്ട്. പിന്നെ അപ്പോൾ ഇവരെന്നൊക്കെ പറയുന്നത് എന്താണ്, ഓരോ 2 വർഷം കൂടുമ്പോഴും ഇവരുടെ KYC അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പം അപ്ഡേറ്റിംഗ് KYC ഓഫ് ഹൈ റിസ്ക് കസ്റ്റമർ എന്ന് പറയുന്നത് 2 years ആണ്. അപ്പോൾ 1082 എന്നാണ് വന്നത്. 10 ലോ ആണ്. അപ്പൊ അത് പഠിച്ചൊക്കെ എളുപ്പമാണ് അല്ലേ. ലോയ്ക്ക് LO 10 പോലല്ലേ അത് എഴുതുന്നത്. അപ്പൊ 10. പിന്നെ വരുന്നത് 8 വർഷം, പിന്നെ എന്താണ് 2 വർഷം, ഹൈ റിസ്ക് ആകുമ്പോൾ 2 വർഷം. അപ്പൊ ലോ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 8 + 2 ആണ് 10. അങ്ങനെ പഠിച്ചു നോക്കുക. 8 + 2 എന്താണ് 10. ഓക്കെ, അതാണ് എന്ത്, നമ്മുടെ റിസ്ക് കാറ്റഗറൈസ് ചെയ്യുന്ന കസ്റ്റമറുടെ കാര്യങ്ങൾ. അപ്പൊ ലോ റിസ്ക് കസ്റ്റമേഴ്സ്, മീഡിയം റിസ്ക് കസ്റ്റമേഴ്സ്, ഹൈ റിസ്ക് കസ്റ്റമേഴ്സ്. ലോ എന്താണ്, എവറി 10 years ആണ് KYC അപ്ഡേറ്റ് ചെയ്യുന്നത്. മീഡിയം എന്താണ്, എവറി 8 years ആണ്, ഓരോ 8 വർഷം കൂടുമ്പോഴും. പിന്നെ ഹൈ റിസ്ക് ആണെങ്കിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യണം, KYC അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് KYC എന്താണ്, കൃത്യമായിട്ട് കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യുക, സസ്പീഷ്യസ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. ഇതാണ് KYC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ദ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY is a social security scheme that provides, options are A, life insurance coverage, B, pension coverage, C, accident insurance coverage, D, health insurance coverage. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ്. പുതിയ സിലബസ് അനുസരിച്ച് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക്ക് തന്നെ ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ PMSBY എന്തിനു വേണ്ടിയിട്ട് വന്ന സ്കീമാണ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം, എന്താണ് അത്, ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ്. എന്താണത്, ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന
ആരാണ് ലോഞ്ച് ചെയ്തത്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. എന്നാണെന്ന് പഠിക്കണം. മെയ് 9, 2015 എന്നാണ്. മെയ് 9, 2015. അതായത് ഇത് പഠിച്ചു വെക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ സുരക്ഷ. അതായത് നമ്മൾ പറയും സൂക്ഷിച്ചു പോണേന്ന്. സൂക്ഷിച്ചു പോകേണ്ടത് എവിടാണ്? നമ്മൾ റോഡിലൂടെ പോകുമ്പോഴല്ലേ ആക്സിഡന്റ് സംഭവിക്കത്തില്ലേ? അതാണ് സുരക്ഷ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ് ഇതെന്ന്. എന്താണ്? ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ്. പിന്നെ കൂടാതെ ഇതിന്റെ എലിജിബിലിറ്റി പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ്. ആർക്കൊക്കെ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാം? 18 വയസ്സ് തികഞ്ഞ ആൾക്കും 70 വയസ്സിൽ ആണ് ഇതിന്റെ മാക്സിമം ടൈം എന്ന് പറയുന്നത്. മാക്സിമം ഇയർ എന്ന് പറയുന്നത് 70 ഇയേഴ്സ് ആണ്. ഓക്കെ. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇതിന് മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ ഇതിന്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവും. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ആവും. 20 രൂപയാണ്. 20 പെർ ആനമാണ് ഇതിന്റെ എന്ത്? പ്രീമിയം എമൗണ്ട്. നമുക്ക് ഈ ഒരു ആക്സിഡന്റ് മൂലം, ഈ ഇൻഷുറൻസ് എടുത്താൽ ആക്സിഡന്റ് മൂലം ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും. ഈ എമൗണ്ട് ചോദിച്ചിട്ടുണ്ട്. ഡെത്ത് ഡ്യൂ ടു ആക്സിഡന്റ് ആണെങ്കിൽ കോമ്പൻസേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2 ലക്ഷമാണ്. എന്നാൽ പെർമനന്റ് ടോട്ടൽ ഡിസേബിലിറ്റി, അതായത് നമുക്ക് ആക്സിഡന്റ് പറ്റി പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റി വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കോമ്പൻസേഷനും 2 ലക്ഷമാണ്. എന്നാൽ പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റി, ഇപ്പൊ 2 കണ്ണെന്നുള്ളത് 1 കണ്ണ് നമ്മുടെ പോയി എങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടും. 2 കണ്ണും പോയി പെർമനന്റ് ആയിട്ട് അത് ഡിസേബിൾ ആയെങ്കിൽ അതിന് കിട്ടുന്നത് 2 ലക്ഷമാണ്. എന്നാൽ പെർമനന്റ് പാർഷ്യൽ ഡിസബിലിറ്റി, 2 കണ്ണിൽ 1 കണ്ണാ പോയെങ്കിൽ, അല്ലെങ്കിൽ കാലോ കയ്യോ എന്തുമാകാം, അത് എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. അപ്പൊ അതും നമ്മൾ പഠിക്കണം. ഇവിടെ അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് ഇൻഷുറൻസ് കവറേജ്, എന്തിൻ്റെയാണ്? ഇവിടെ ലൈഫ് തന്നിട്ടുണ്ട്, പെൻഷൻ തന്നിട്ടുണ്ട്, ആക്സിഡന്റ് തന്നിട്ടുണ്ട്, ഹെൽത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ സൂക്ഷിച്ചു പോകേണ്ടത് സുരക്ഷ, അതെവിടാണ്? നമ്മൾ റോഡിലൂടെയാണ്. റോഡിൽ എന്ത് പറ്റും? ആക്സിഡന്റ് പറ്റും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക, ആക്സിഡന്റ് ഇൻഷുറൻസ് കവറേജ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ്റനൻസ് ഓഫ് CRR by scheduled commercial banks with RBI is defined under which act? Options are A, Section 42(1) of BR Act, B, Section 42(1) of RBA Act, C, Section 45Z of RBA Act, and D, Section 47 of BR Act. Correct answer option B, Section 42(1) of RBA Act. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ CRR മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏത് ആക്ടിന്റെ കീഴിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓക്കെ. ഇപ്പൊ BR ആക്ടും ഉണ്ട്, RBA ആക്ടും ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടും ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിന്റെ കീഴിലാണ്? ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ്, സെക്ഷൻ 42(1) ഓഫ് BR ആക്ടും തന്നിട്ടുണ്ട്, സെക്ഷൻ 42(1) ഓഫ് RBA ആക്ടും തന്നിട്ടുണ്ട്. അപ്പൊ വ്യക്തമായി നിങ്ങൾ പഠിക്കുക, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ CRR മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷൻ, ഏത് ആക്ട്? സെക്ഷൻ 42(1) ആക്ട് വരുന്നത് RBA ആക്ട് ആണ് കേട്ടോ, RBA ആക്ട്. അപ്പോൾ എന്താണ് CRR എന്ന് പറയുന്നത്? എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം? റിസർവ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കണം. അതായത് ടോട്ടൽ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് NDTLന്റെ ഒരു പെർസെൻറ്റേജ് റിസർവ് ആയിട്ട് RBAയിൽ കെപ്റ്റ് ചെയ്തിരിക്കണം. അതിനെന്തില്ല? ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? അതായത് നമ്മളുടെ ബാങ്കുകൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഒന്നും RBA കൊടുക്കില്ല. പക്ഷേ RBAയിൽ കുറച്ച് എമൗണ്ട് ടോട്ടൽ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിയുടെ ഒരു പെർസെൻറ്റേജ് അവിടെ കീപ്പ് ചെയ്തിരിക്കണം. പക്ഷെ അതിന് RBA ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കില്ല. അപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകാർ എപ്പോഴും ക്യാഷ് റിസർവ് റേഷ്യോ കുറഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? CRR എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? CRR എന്ന് പറയുന്നത്. ഈ RBA ആണ് CRR റേറ്റ് ഓരോ സമയത്തും തീരുമാനിക്കുന്നത്. ആരാണ്? RBA ആണ്. കൂടാതെ നമ്മുടെ BR ആക്ടിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ CRR കീപ്പ് ചെയ്യണമെന്ന് BR ആക്ടിൽ പറയുന്നുണ്ട്. BR ആക്ട് 1949 സെക്ഷൻ 18 പറയുന്നത് മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് വിത്ത് ദംസെൽസ് ഓർ വിത്ത് RBA. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഒന്നെങ്കിൽ അവർ തന്നെ കീപ്പ് ചെയ്യുക ക്യാഷ് റിസർവ് ആയിട്ട്, അല്ലെങ്കിൽ RBAയിൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന സെക്ഷൻ 18 ഓഫ് BR ആക്ട് 1949 ആണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന്റെ കേസിൽ. എന്നാൽ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കേസിൽ സെക്ഷൻ 42(1) ഓഫ് RBA ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഇത് രണ്ടും മറന്നു പോകരുത്, ഇങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ പറയുക.
Okay, thank you.